ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു 3-4 ദിവസം മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ. എഡിറ്റ് ചെയ്യാനൊന്നും ഒരു മൂഡ് കിട്ടുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. അപ്പോൾ രാവിലെ തന്നെ കിച്ചണിലൊക്കെ വന്ന് വാതിലൊക്കെ ഒന്ന് തുറന്ന് വെക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളവിടെ ഇടവിട്ടില്ല, നല്ല മഴയാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല മൈദോണ്ടുള്ള ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് ഞാൻ വല്ലപ്പോയി മാത്രമേ ഉണ്ടാക്കലുള്ളൂ, കാരണം നല്ല അത് കുഴക്കാല മടി കൊണ്ടാണ് കൈമൊക്കെ നല്ലോണം കറി ആയിട്ട്. അപ്പോൾ ഞാൻ ഇതിക്ക് ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ് കേട്ടോ. മീൻ കറി ആണെങ്കിലും ഇതിക്ക് അടിപൊളിയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ലഞ്ച് ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ചപ്പാത്തി നല്ലോണം പരത്തി എടുക്കുന്നുണ്ട്. ജസ്റ്റ് പ്രസ് നല്ലോണം അങ്ങോട്ട് പ്രസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു കടി നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും വീട്ടിലുണ്ടാക്കലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. ഇതിൻ്റെ വീട്ടിൽ ഞങ്ങൾ ഒരു ഫേവറേറ്റ് കടിയാണ് കേട്ടോ. ഈ കെട്ടിയൻ്റെ വീട്ടിലാണെങ്കിലോ ഈ ഒരു കടി ഉണ്ടാക്കണ ഞാൻ കണ്ടിട്ട് തന്നെ അല്ല കേട്ടോ. അങ്ങനെ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിനി, അതൊക്കെ തളിച്ചപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ഞാൻ ഒപ്പം കേട്ടോ കുക്ക് ചെയ്യൽ. ഒരു 8-8:30 ഒക്കെ ആകുമ്പോൾ എൻ്റെ അടുക്കളത്തെ പണികളൊക്കെ തീരും. പിന്നെ മിലുവിനെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കൽ. അങ്ങനെ രാവിലെ തന്നെ ഓക്ക് ചായ കൊടുത്തോളം മദ്രസ്ക്ക് വിടുകയാണ്. അപ്പോൾ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ മാവ് പൂത്തത് കണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കൈപ്പങ്ങ ഉണ്ടായതുണ്ടോ കണ്ടുട്ടോ. അപ്പോൾ ഇതൊക്കെ കാണാത്തിന് കാരണം വേറെ ഒന്നല്ല കേട്ടോ. 3-4 ദിവസമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലേനല്ലോ. അപ്പോൾ അവിടെ നിന്ന് വന്ന സമയത്ത് നല്ല മഴയാണ്, കൊണ്ട് മുറ്റത്തൊന്നും വല്ലാതെ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ലഞ്ചിന് ഞാൻ മത്തനും പരിപ്പും കൂടി കറി വെക്കാൻ കേട്ടോ വിചാരിക്കുന്നത്. ഒക്കെ ഗ്യാസ് മേട്ട് ഉണ്ടാക്കുന്നത്, കാരണം നല്ല മഴയാണ്. അപ്പോൾ അടുപ്പ് കത്തിക്കിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് അടുപ്പ് കത്തിക്കണില്ല കേട്ടോ. ഈ തട്ടിക്കൂട്ടി ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ എനിക്കിഷ്ടമായി, നല്ല സമാധാനത്തിലും നല്ല ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് അറിയാം, നമ്മളെ മനസ്സും നമ്മളെ വയറും നിറയും കേട്ടോ. നല്ല ചുമപ്പ് ചീര കിട്ടീന് കേട്ടോ. അപ്പോൾ അത് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അരിഞ്ഞ് വെക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ എടുക്കാൻ നിന്നു. നല്ല ചിക്കൻ കറിയും പിന്നെ ചപ്പാത്തിയൊക്കെ കുട്ടിയാണ് ചായ അടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഉപ്പേരി ഉണ്ടാക്കാൻ നിൽക്കണം കേട്ടോ. തേങ്ങ ചതച്ചിട്ട് കണ്ടില്ലേ, തോരനെന്നും പറയും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ചിക്കനും കൂടി മസാല തേച്ച് വെച്ചിനി. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കിഴങ്ങും കൂടിയും വേവിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ കിഴങ്ങ് കഴിക്കാൻ. ചിക്കനെ ഞാൻ കുറേ എണ്ണ ഒഴിച്ചുകൊണ്ട് വേവിക്കാതെ കുറച്ച് എണ്ണ ഒഴിച്ചുകൊണ്ട് ആവിക്ക് വേവിക്കലാണ് കേട്ടോ, അടച്ച് വെച്ചുകൊണ്ട്. അങ്ങനെ ആകുമ്പോൾ നല്ല ഹെൽത്തി ആവും ചെയ്യും കേട്ടോ. പിന്നെ കറിയൊക്കെ തൂമിച്ചെടുക്കുകയാണ്. രാവിലെ തന്നെ അടുക്കളത്തെ പണികളൊക്കെ കഴിഞ്ഞാലേ ഭയങ്കര ഒരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ മീഫ് നീച്ച് വന്നിക്കണം. അവിടെ നിന്ന് നീക്കാൻ കുറച്ച് ലേറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ രാവിലെ തന്നെ എൻ്റെ കൂടെ ഇതിനൊക്കെ ഉണ്ടാവില്ല അടുക്കളത്തെ പണിക്കൊക്കെ. അങ്ങനെ ഞാൻ ചിക്കൻ്റെ ചട്ടിക്കൊന്ന് മാറ്റി കൊടുത്തിട്ടോ, കാരണം അതിലിട്ട് ഇളക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ലഞ്ച് ബോക്സ് പാക്ക് ആക്കാനുള്ള ടൈം ആയിട്ടോ. അങ്ങനെ മിലുവിന് ചോറനാണ് കൊടുത്തയച്ചത്. ഇടയ്ക്കൊക്കെ ഉള്ള ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ കടികളും കൊടുത്തയക്കലുണ്ട് കേട്ടോ. പിന്നെ ഓളെ പറഞ്ഞയക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ താത്ത പോണതും നോക്കി നിൽക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചക്കായ സമയത്തൊന്ന് തറവാട് വരെ പോയി വരാൻ വിചാരിച്ച് മാറ്റി ഒരുങ്ങിയതാണ് കേട്ടോ. ഒരു വൈക്ക് പോകാൻ വേണ്ടി മാറ്റി ഒരുങ്ങിയതാണ്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ആ പോക്ക് ക്യാൻസൽ ചെയ്തു കേട്ടോ. ക്യാൻസലായ കാരണം വേറെ ഒന്നുമല്ല, മക്കൾ വരുന്ന സമയമാകുമ്പോൾ നമ്മൾ തിരിച്ചെത്തൂല. പിന്നെ ഈവനിങ് ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഉമ്മിപ്പൊക്കെ വരാമെന്ന് പറഞ്ഞിരിക്കണേ. അപ്പോൾ വരുന്ന ടൈം ആകുമ്പോൾ നമ്മൾ തിരിച്ചെത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പോണില്ല എന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ യാമിക്കുട്ടി നമ്മളെ പിന്നെ മീഫും നല്ല കളിയിലാട്ടോ തറവാട്ടിൽ നിന്ന്. അങ്ങനെ കുറച്ച് നേരം തറവാട്ടിലൊക്കെ നിന്നാണ്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ തന്നെ പോകുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഒരു ഉച്ചക്കൊക്കെ കഴിഞ്ഞ് നീച്ചപ്പോക്കിന് ഉമ്മിപ്പൊക്കെ വരാനുള്ള ടൈമായി. അങ്ങനെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കണം കേട്ടോ. അത് പഴം കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബും ഫോളോ ചെയ്യാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ ചെയ്യുന്ന എനിക്കറിയാം. അങ്ങനെ പിന്നെ ഓലൊക്കെ വന്നവർക്ക് ചായയൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ സ്പെഷ്യൽ സ്നാക്സ് എന്താ വെച്ചാൽ നമ്മളെ പഴം കട്ട്ലേറ്റും പിന്നെ ഉണ്ടേനെ കേട്ടോ. അത് മരിയത്തെ മാത്രം ഒരു സ്പെഷ്യലാണ് കേട്ടോ. പിന്നെ കാടമുട്ടും ചായയൊക്കെ അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് അപ്പോൾ ഹാപ്പി ആയി തിരിച്ചു പോയി. അപ്പോൾ ഇത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ.